ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് പരിചയപ്പെടാം ബിൽഡിംഗ് ബൈലോസിനെ പറ്റിയിട്ട്. ബിൽഡിംഗ് ബൈലോസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലായിക്കോട്ടെ, അതിന്റെ ഇറക്ഷൻ സ്റ്റേജിലായിക്കോട്ടെ, ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉൾക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെന്റ് ഓഫ് കേരളയുടെയും സം പബ്ലിക്കേഷൻസ് ഉണ്ട്, മീനിങ് സം ബൈലോസ് ഉണ്ട്. മോർ ഓവർ അത് PSC അല്ലെങ്കിൽ SSC പോലുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് പരിചയപ്പെടാം ഓരോന്നിനെ പറ്റിയിട്ടും. ആദ്യമായി ബിൽഡിംഗ് ബൈലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആർ റെഗുലേറ്റഡ് ബൈ എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ദീസ് റെഗുലേഷൻസ് ആർ ഫ്രെയിംഡ് ആസ് പെർ മുനിസിപ്പൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓർ ടൗൺ പ്ലാനിംഗ് അതോറിറ്റീസ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന സം സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, ഇത് ഉൾക്കൊണ്ടിരിക്കുന്ന സം ഫ്രെയിംസ്, അത് ആരാൽ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ടൗൺ പ്ലാനിംഗ് അതോറിറ്റീസ് ആയിക്കോട്ടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രൈബ് ചെയ്ത് കോഡുകളാക്കി ഇറക്കി രണ്ടെണ്ണം, നാഷണൽ ബിൽഡിംഗ് കോഡ്, അതുപോലെ തന്നെ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ. പേര് പോലെ തന്നെ നാഷണൽ ബിൽഡിംഗ് കോഡ്, ഇറ്റ്സ് പബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. NBC ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ആണ് NBC ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ ദി ഇയർ 1970. മറ്റൊന്ന് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ KMBR ഇൻ ദി ഇയർ 1999. KMBR റിവൈസ്ഡ് ലേറ്റസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തത് 2019 അതിനുശേഷം 2020 ഒക്ടോബറിൽ അമെൻമെന്റും വന്നു. അമെൻമെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഈ ക്ലാസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ PSC SSC ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ എന്ന് പറയുമ്പോഴും ഞാൻ ബിൽഡിംഗ് ബൈലോസ് എന്ന ഈ ക്ലാസ് അത് ഫോളോ ചെയ്യുന്നത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിനെയാണ്. ഉദ്ദേശം PSC ഓറിയന്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട്. ശരി, തുടങ്ങാം. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് KMBRൽ വരുന്നത് ഡെഫിനിഷൻസ് ആണ്. KMBR എന്നത് ഒരു 157 പേജുകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് പോലെയാണ്. അതിൽ തന്നെ ഡെഫിനിഷൻ എന്ന ഒരു ചാപ്റ്ററിൽ ഏകദേശം 90 മുതൽ 95 വരെ ഡെഫിനിഷൻസ് ആണ് കാണുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായും ഉൾക്കൊള്ളിക്കുക എന്നതൊരു വിഷമ ഘടകമാണ്. അതുകൊണ്ട് കൂടുതലായും എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ടേംസും ആൻഡ് കണ്ടീഷൻസ് എല്ലാം പരിചയപ്പെടാം. ശരി, തുടങ്ങാം. ആദ്യത്തെ ചാപ്റ്റർ ഡെഫിനിഷൻസിനെ പറ്റിയിട്ടാണ്. ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോ തുടങ്ങാം. ഡെഫിനിഷൻസ് എന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ കാണുന്നത് ആക്ട് അല്ലെങ്കിൽ കേരള മുനിസിപ്പൽ ആക്ട് ഇൻ ദി ഇയർ 1994. ഓർക്കണം, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ എന്നാണ് നിലവിൽ വന്നത് 1999. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് 1994. അമെൻമെന്റ്, ലേറ്റസ്റ്റ് അമെൻമെന്റ് KMBR വന്നത് 2019. അതിനുശേഷം ഒരു അമെൻമെന്റ് ആയിട്ട് വന്നു. അമെൻമെന്റ് ആയിട്ട് വന്നത് 2020 ഒക്ടോബറിലാണ്. 2019 പുതിയ റിവൈസ്ഡ് എഡിഷൻ ആണ് വന്നത്. രണ്ടാമത്തെ ടേം അപ്പാർട്ട്മെന്റ്. ഇതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ആൽഫബറ്റിക് ഓർഡറിലാണ് KMBRലായിക്കോട്ടെ ഞാൻ ഈ ചാപ്റ്ററിലായിക്കോട്ടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, A മുതൽ Z വരെ. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 90-ലധികം ഡെഫിനിഷൻസ് ആണ് KMBRൽ ഉള്ളത്. അതെല്ലാം ഉൾക്കൊള്ളിക്കുക എന്നത് അപ്രാപ്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ടേം അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റ് മീൻസ് എ ബിൽഡിംഗ് അക്കോമഡേറ്റഡ് മോർ ദാൻ 2 dwelling unit ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. എന്താണ് ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്നതൊക്കെ വരാം. അപ്പാർട്ട്മെന്റ് എന്നതിന്റെ ഡെഫിനിഷൻ മീൻസ് എ ബിൽഡിംഗ്, ആണ് അക്കോമഡേറ്റിംഗ് മോർ ദാൻ 2 dwelling unit, 2-ലധികം ഡ്വെല്ലിംഗ് യൂണിറ്റുകൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് അപ്പാർട്ട്മെന്റ്. ദിസ് വേർഡ് സിനോണിമസ് ടു റെസിഡൻഷ്യൽ ഫ്ലാറ്റ്. അപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പേരാണ് റെസിഡൻഷ്യൽ ഫ്ലാറ്റ്. മൂന്നാമത്തത് അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിംഗ് ഇറ്റ്സ് എ ബിൽഡിംഗ് ഓർ എ ഫ്ലോർ ഓർ എ പാർട്ട് ഓഫ് ബിൽഡിംഗ്. അതൊരു ബിൽഡിംഗ് ആകാം, അതൊരു ഫ്ലോർ മാത്രമാകാം, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് എ ബിൽഡിംഗ് ആകാം. എന്തിനു വേണ്ടിയിട്ട്? used for gathering of persons for the purpose of amusement, entertainment, but does not include multiplex.
പറഞ്ഞു തരാം. ഒരു അസംബ്ലി ബിൽഡിംഗ് എന്നത് ഒരു ബിൽഡിംഗ് ആകാം, ഒരു ഫ്ലോർ ആകാം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിൽഡിംഗ് ആകാം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി എന്റർടൈൻമെന്റ് പർപ്പസ്, ഫോർ ദി ഗാദറിംഗ് ഓഫ് പേഴ്സൺസ് ഗാദർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അതിനെ, ആ ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിനെ വിളിക്കുന്നു എന്ത്? അസംബ്ലി ബിൽഡിംഗ് എന്ന്. ഓക്കെ, അടുത്തതിലേക്ക് കയറാം. ബേസ്മെന്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ബേസ്മെന്റ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ ഫ്ലോറുകളെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഡെഫിനീഷൻ ബേസ് പറയുമ്പോൾ എങ്ങനെ വരും? ബേസ്മെന്റ് ഫ്ലോർ. എനി ലോവർ സ്റ്റോറി എന്താണെന്ന് വരും? എനി ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ് പാർഷ്യലി ഓർ ഫുള്ളി ബിലോ ദി ലോവസ്റ്റ് കണ്ടിജിയസ് പ്രൊപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവൽ പ്രൊവൈഡഡ് ദാറ്റ്. എന്ന് വെച്ചാൽ ബേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ്. അതൊരു അവസാനത്തെ നില ആണ്, ലോവർ സ്റ്റോറിയാണ്, ബോട്ടം സ്റ്റോറിയാണ്. എവിടെ? അത് പാർഷ്യലി ഓർ ഫുള്ളി ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. പാർഷ്യലായിട്ടോ ഫുള്ളായിട്ടോ ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആയിരിക്കും. പാർഷ്യലി എന്ന് പറയുമ്പോൾ ഡൗട്ട് വരരുത്, ദാണ്ടെ കൂടെ തന്നെ അതിന്റെ ടേം ഉണ്ട്. ദി പാർട്ട് ഓഫ് സച്ച് ദാറ്റ് ദി സ്റ്റോറി എബവ് ദി ഗ്രൗണ്ട് ലെവൽ ഷാൾ നോട്ട് എക്സീഡ് 75 സെന്റിമീറ്റർ. എബവ് ദി ഗ്രൗണ്ട് ലെവൽ ആ ബേസ്മെന്റ് ഫ്ലോർ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 75 സെന്റിമീറ്റേഴ്സ്. ദിസ് വേർഡ് ഈസ് സിനോണിമസ് വിത്ത് സെല്ലാർ. അത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് PSC ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക്. ബേസ്മെന്റ് ഫ്ലോറിന്റെ മറ്റൊരു പേര് ആണ് എന്ത്? സെല്ലാർ. മുമ്പോട്ട് പോകാം. അടുത്തത് ബിൽട്ടപ്പ് ഏരിയ. ദി ടോട്ടൽ കവേർഡ് ഏരിയ ബൈ ദി ബിൽഡിംഗ് അറ്റ് ഓൾ ദി ഫ്ലോർ ലെവൽ. എന്താണ് ടോട്ടൽ കവേർഡ് ഏരിയ ബൈ ദി ബിൽഡിംഗ് അറ്റ് ഓൾ ദി ഫ്ലോർ ലെവൽ? ടോട്ടൽ കവേർഡ് ഏരിയ എന്താണെന്ന് വരും? ബൈ ദി ബിൽഡിംഗ് അറ്റ് ഓൾ ഫ്ലോർ ലെവൽ. അത് എന്താണ് കവേർഡ് ഏരിയ എന്നും എന്താണ് ഫ്ലോർ ലെവൽ എന്നും മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകും. സിംപിളി ബിൽട്ടപ്പ് കവേർഡ് ഏരിയ. ഒരു ബിൽഡിംഗ് അത് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എത്രമാത്രം ഏരിയ കവർ ആകുന്നു, അതാണ് എന്ത്? കവേർഡ് ഏരിയ. തൊട്ട് താഴെ കവേർഡ് ഏരിയ എന്താണെന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ പറയാം. It shall also include the area of mezzanine floor, ബസാത്തി, etc. മെസനൈൻ ഫ്ലോർ എന്താണ്, ബസാത്തി എന്താണ് എന്നെല്ലാം വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ബിൽട്ടപ്പ് ഏരിയ, പേരിൽ നിന്ന് മനസ്സിലാക്കാം. ബിൽട്ടപ്പ് ഏരിയ എന്നത് ഇറ്റ്സ് എ ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ്. കവേർഡ് ഏരിയ ബൈ ദി ബിൽഡിംഗ് അറ്റ് ഓൾ ദി ഫ്ലോർ ലെവൽ. ടോട്ടൽ കവേർഡ് ഏരിയ ബൈ ദി ബിൽഡിംഗ് അറ്റ് ഓൾ ദി ഫ്ലോർ ലെവൽ. അങ്ങനെയാണെങ്കിൽ കവേർഡ് ഏരിയ എന്താണെന്ന് നോക്കാം. ഗ്രൗണ്ട് ഏരിയ covered by the building. ഇപ്പൊ കാര്യം മനസ്സിലായോ? ഗ്രൗണ്ട് ഏരിയ covered by the building. Ground area covered by the building and it is synonymous to area of the building footprint. Footprint എന്താണെന്ന് പടം തൊട്ടടുത്തതിൽ കാണിച്ചിട്ടുണ്ട്. സിംപിളി കവേർഡ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദി ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് കവർ ചെയ്തേക്കുന്ന ഏരിയയെ വിളിക്കുന്നു എന്ത്? കവേർഡ് ഏരിയ. ആൻഡ് ഇറ്റ് ഈസ് സിനോണിമസ് ടു ഏരിയ ഓഫ് ദി ബിൽഡിംഗ് ഫുട്പ്രിന്റ്. ഇറ്റ് ഷാൾ ഇൻക്ലൂഡ് കവേർഡ് പാർക്കിംഗ്. ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി സ്പേസസ് കവേർഡ് ബൈ ഗാർഡൻ, വെൽ സ്ട്രക്ചർ, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂൾ. ഇതൊന്നും കവേർഡ് അല്ലാത്തത് കൊണ്ട് അത് കവേർഡ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആകുന്നില്ല. ഗാർഡൻ, വെൽ ആൻഡ് വെൽ സ്ട്രക്ചർ, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂൾ കവേർഡ് ആണെങ്കിൽ അത് കവേർഡ് ഏരിയയിൽ വരും. ഇഫ് അൺകവേർഡ് ആയിട്ട് നിൽക്കുന്ന സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ അത് കവേർഡ് ഏരിയയിൽ വരത്തില്ല. ഡ്രെയിനേജ്, കൾവർ, ഗട്ടർ ഏരിയ കവേർഡ് ബൈ സൺഷെയ്ഡ് ആൻഡ് ദി ലൈക്ക് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. ഒരു സ്റ്റോറി എന്നത് ഒരു നില, ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആയിട്ട് വരുന്ന സ്റ്റോറീസും ഏതിൽ ഉൾക്കൊള്ളത്തില്ല? കവേർഡ് ഏരിയയിൽ ഉൾക്കൊള്ളുന്നില്ല. കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. കവേർഡ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദി ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് കവർ ചെയ്യുന്ന ഏരിയ വിളിക്കുന്നു കവേർഡ് ഏരിയ. ഇറ്റ് ഷാൾ ഇൻക്ലൂഡ് കവേർഡ് പാർക്കിംഗ് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഏതൊക്കെ ഉൾക്കൊള്ളുന്നില്ല? ഗാർഡൻ, വെൽ ആൻഡ് വെൽ സ്ട്രക്ചർ, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂൾ ഇഫ് നോട്ട് കവേർഡ്, ഡ്രെയിനേജ്, കൾവർ, ഗട്ടർ, ഏരിയ കവേർഡ് ബൈ സൺഷെയ്ഡ് ആൻഡ് ദി ലൈക്ക്. സ്റ്റോറി ബിലോ ദി ഗ്രൗണ്ട് ലെവലുള്ള സ്റ്റോറിയും ഉൾക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞു ഇതാണ്ട് ഫുട് പ്രിന്റ് എന്താണെന്ന് പരിചയപ്പെടുത്താം. ഒരു ബിൽഡിംഗ് അത് ഓവർ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷൻ കണ്ടോ? ഈ പോർഷനും ഏതിൽ ഉൾക്കൊള്ളും? ഒരു ബിൽഡിംഗ് ഫുട് പ്രിന്റിൽ ഉൾക്കൊള്ളും. പക്ഷേ ഇവിടെ സൺഷെയ്ഡ് വന്നാൽ ഉൾക്കൊള്ളൂ? ഇല്ല.
കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കാം. ഇത് ഈ ബോട്ടം സർഫസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിന് ബിലോ ആയിട്ട് വരുന്ന സ്റ്റോറിയും ഏതിൽ ഉൾക്കൊള്ളത്തില്ല? കവേർഡ് ഏരിയയിൽ ഉൾക്കൊള്ളത്തില്ല. അങ്ങനെയാണെങ്കിൽ കവറേജ് എന്താണെന്ന് പഠിക്കണം. കവേർഡ് ഏരിയ ഇറ്റ്സ് ദി ഏരിയ കവേർഡ് ബൈ എ ബിൽഡിംഗ്. കവറേജ് എന്ന് പറഞ്ഞാലോ ഇറ്റ്സ് ദി പെർസെന്റേജ് ഓഫ് കവേർഡ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു പ്ലോട്ട് ഏരിയ. പ്ലോട്ട് ഏരിയ എന്താണ്? ടോട്ടൽ ഏരിയ. ഒരു 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 ഓണർ അത് കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു ബൗണ്ടറി ഉള്ള ലാൻഡിനെ വിളിക്കുന്നു പ്ലോട്ട് ഏരിയ എന്ന്. ആ പ്ലോട്ട് ഏരിയയിൽ എത്രമാത്രം കവേർഡ് ഏരിയ ഉണ്ട്? കവേർഡ് ഏരിയ എന്താ? ബിൽഡിംഗ് ഏരിയ. കിട്ടിയോ? അപ്പൊ പെർസെന്റേജ് ഓഫ് കവേർഡ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു പ്ലോട്ട് ഏരിയ, അതിനെ വിളിക്കുന്നു കവറേജ് എന്ന്. കവറേജ്. അടുത്തത് കൊറിഡോർ. കൊറിഡോർ meaning an exit serve as a passage communicating with a separate room or with a different part of building or with different buildings. Corridor. ഞാൻ ഇത് ആഡ് ചെയ്യാൻ കോറിഡോർ എന്ന വാക്ക് കൊണ്ട്, കോറിഡോർ എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കാം. പക്ഷെ ഈ അവസാനത്തെ വാക്ക് നോക്കിക്കേ, വിത്ത് ഡിഫറെന്റ് ബിൽഡിംഗ്. ഡിഫറെന്റ് ബിൽഡിങ്ങുകളെ കണക്ട് ചെയ്യുന്ന പാസേജിനെയും വിളിക്കും എന്ത്? കോറിഡോർ എന്ന്. അപ്പൊ മൊത്തത്തിൽ പറയാം, മീനിങ് ആൻഡ് എക്സിറ്റ് serves as a passage connecting, ഒരു പാസേജ് ആണ് കണക്ടിങ് ബിറ്റ്വീൻ വാട്ട് എന്തൊക്കെ വിത്ത് സെപ്പറേറ്റ് റൂംസ്, റൂമുകളെ തമ്മിൽ കണക്ട് ചെയ്യാം. ഡിഫറെന്റ് പാർട്ട് ഓഫ് ബിൽഡിംഗ്, ഡിഫറെന്റ് പാർട്ടുകൾ ബിൽഡിങ്ങിന്റെ ഡിഫറെന്റ് പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യാം. ഓർ വിത്ത് ഡിഫറെന്റ് ബിൽഡിങ്സ്. അടുത്തതിലേക്ക് പോകാം. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ബിൽട്ടപ്പ് ഏരിയ എന്താണെന്ന് ഓർമ്മയുണ്ട്? ഓക്കെ. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് PSC കൂടുതലും തർക്കം നടക്കുന്ന ഒരു ഏരിയ ആണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സിനെ പറ്റിയിട്ട്. നമുക്ക് ആ തർക്കം ഇന്ന് പരിഹരിക്കാം. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് FSI എന്നതുകൊണ്ട് ഇംപ്ലൈസ് ചെയ്യുന്നു is the quotient obtained by dividing the total floor area by area of plot. എന്താണ് ഇക്വേഷൻ? നോക്കിക്കോളൂ. ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി പ്ലോട്ട്. ടോട്ടൽ ഫ്ലോർ ഏരിയ, ഒരു ബിൽഡിംഗ് അതിന്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ആണ്, പ്ലോട്ട് ഏരിയ ആണ് എന്ത്? ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നത്. KMBR പറയുന്നുണ്ട്, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിൽ പറയുന്നുണ്ട്, ദിസ് വേർഡ് ഈസ് സിനോണിമസ് വിത്ത് FAR, ഫ്ലോർ ഏരിയ റേഷ്യോ. വിത്ത് ഫ്ലോർ ഏരിയ റേഷ്യോ. അക്കോർഡിംഗ് ടു അമെന്റ്മെന്റ് 2020 ഒക്ടോബർ 1 നടന്ന അമെന്റ്മെന്റിലാണ് ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ എന്ന് കാണിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് 2019 KMBR കാണിച്ചിട്ടുണ്ട്. അവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതാ. നോക്കിയാൽ മനസ്സിലാകും. FSI, ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ ഡിവൈഡ് ബൈ ഫ്ലോർ ഏരിയ എന്നാണ് 2019 KMBR കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. FSI രണ്ടും സെയിം തന്നെയാണ്. അതിലൊരു തിരുത്ത്, അതിലൊരു അമെന്റ്മെന്റ് വന്നതാണ് ഇത്. ഇപ്പോൾ ടോട്ടൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. ഇനിയും തർക്കമുണ്ട്. 2020 ജനുവരി 8 KLDC എക്സാം എഴുതിയവർക്ക് അറിയാം, അവിടെ FSIയും FARും വന്നപ്പോൾ PSC ഫൈനൽ കീയുടെ ആൻസർ FAR ആയിരുന്നു. വൈ? എന്തുകൊണ്ടാണെന്ന് തേടി പോയപ്പോൾ ആസ് പെർ NBC നാഷണൽ ബിൽഡിംഗ് കോഡിൽ FSI എന്ന വാക്കില്ല. അവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഫ്ലോർ ഏരിയ റേഷ്യോ മാത്രമേ ഉള്ളൂ. ഓൺലി കൺസിഡറിങ് ഫ്ലോർ ഏരിയ റേഷ്യോ മാത്രമേ NBCയിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ, നോട്ട് FSI. പക്ഷേ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിൽ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് നടന്നതിന് ശേഷവും പറയുന്നു ദിസ് വേർഡ് ഈസ് സിനോണിമസ് വിത്ത് FAR, ഫ്ലോർ ഏരിയ റേഷ്യോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ കൂടുതൽ കറക്റ്റ് അപ്പോൾ ഏതാക്കി എടുക്കണം? FAR, ഫ്ലോർ ഏരിയ റേഷ്യോ ആക്കി എടുക്കണം. മുമ്പോട്ട് പോകാം. അടുത്തത് കൾഡിസാക്. കേട്ടിട്ടുണ്ടാകും. എ സ്ട്രീറ്റ് വിത്ത് ഡെഡ് എൻഡ്. ഫിഗർ നോക്കിക്കേ. എ സ്ട്രീറ്റ് വിത്ത് ഡെഡ് എൻഡ് ഹാവിംഗ് അഡിക്വേറ്റ് മോണോയൂറിംഗ് സ്പേസ് ഫെസിലിറ്റി ഫോർ വെഹിക്കിൾ. ഒരു വെഹിക്കിൾ ഒന്ന് തിരിഞ്ഞു വരാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഉള്ള സ്ട്രീറ്റ് ആണ്. സ്ട്രീറ്റ് വിത്ത് ഡെഡ് എൻഡ് ആണ്. ബട്ട് ഒരു മൂവ്മെന്റ് ഓഫ് വെഹിക്കിളിന്റെ ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്നു കൾഡിസാക്. അടുത്തത് ഡ്വെല്ലിംഗ് യൂണിറ്റ്. ഇത് രണ്ടാണ്. ഡ്വെല്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ബിൽഡിംഗ് ഓർ എ പോർഷൻ thereof which is designed or used only or principally for residential purpose. Actually,
ഡ്വെല്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ബിൽഡിംഗ്. ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ റൂം. മീനിങ് എ റൂം ഓർ എ dwelling unit means a room or suite of room designed and intended for habitation by an individual or household by which facilities for cooking may or may not be provided. ഒരു റൂമിനെ വിളിക്കുന്നു ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് മേ ഓർ മേ നോട്ട് ബി പ്രൊവൈഡഡ്. കുക്കിംഗ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാതെയും ഇരിക്കാം. പക്ഷെ അത് ഡ്വെല്ലിംഗ് യൂണിറ്റ് ആണോ? ആണ്. കാരണം അത് ഹാബിറ്റേഷൻ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അത് ഡ്വെല്ലിംഗ് യൂണിറ്റ്. ഇറ്റ്സ് മീനിങ് എ റൂം ഓർ എ സ്യൂട്ട് ഓഫ് റൂംസ് വിത്ത് ഓർ വിത്തൗട്ട് കുക്കിംഗ് ഫെസിലിറ്റി. ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാലോ ഇറ്റ്സ് എ ബിൽഡിംഗ്. ഇറ്റ്സ് എ ബിൽഡിംഗ് ഓർ എ പോർഷൻ യൂസ്ഡ് ഫോർ ദി റെസിഡൻഷ്യൽ പർപ്പസ്. കിട്ടിയോ? പക്ഷെ ഇങ്ങനെ കൊനസ്റ്റ് ചെയ്ത് PSC അധികം ചോദിക്കാറില്ല. എന്നിരുന്നാലും നോക്കിയിരിക്കുക. അതുപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ടേം ആണ് ടെനമെന്റ്. ടെനമെന്റ് മീനിങ് എ പാർട്ട് ഓഫ് എ ബിൽഡിംഗ്. പാർട്ട് ഓഫ് എ ബിൽഡിംഗ് ഇന്റൻഡഡ് ഓർ യൂസ്ഡ് ഓർ ലൈക്ലി ടു ബി യൂസ്ഡ് ആസ് എ ഡ്വെല്ലിംഗ് യൂണിറ്റ്. ഒരു ഡ്വെല്ലിംഗ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്വെല്ലിംഗ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എ പാർട്ട് ഓഫ് ബിൽഡിങ്ങിനെ വിളിക്കുന്നു എന്ത്? ടെനമെന്റ്. തിരിഞ്ഞു പോകല്ലേ. ഡ്വെല്ലിംഗ് എന്താണ്, ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്താണ്, ടെനമെന്റ് എന്താണെന്നാണ് പറഞ്ഞത്. ടെനമെന്റ് എന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് യൂസ്ഡ് ആസ് എ ഡ്വെല്ലിംഗ് യൂണിറ്റ്. അത് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന പോലെ പഠിച്ചിരുന്നാൽ മതി. ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്നത് ഇറ്റ്സ് എ റൂം, ഡ്വെല്ലിംഗ് എന്നത് ഇറ്റ്സ് എ ബിൽഡിംഗ്. KMBRന്റെ ഡെഫിനിഷൻ വൈസ് ആണ് പറയുന്നത്. അടുത്തത് ഫ്ലൂ, എ കൺഫൈൻഡ് സ്പേസ് ഓർ എ ഡക്ട് ഫോർ ദി ഓവർഫ്ലോ ഓഫ് സ്മോക്ക് ആൻഡ് വേസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫയർ, എ ഗ്യാസ് ഹീറ്റർ, അതർ ഫ്യൂൽ ബേണിംഗ് ഇൻസ്റ്റാളേഷൻ. ഒന്നുമില്ല. ഫ്ലൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ കൺഫൈൻഡ് സ്പേസ് ഓർ എ ഡക്ട്. ഫിഗർ കണ്ടേ. ഫിഗറിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ചിമ്മിനി. പക്ഷേ ചിമ്മിനി എന്നതാണെന്ന് മനസ്സിലാക്കണം. ചിമ്മിനി എന്താണ് മനസ്സിലാക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ചിമ്മിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ അപ്രൈറ്റ് ഷാഫ്റ്റ് കണ്ടെയ്ൻ ആൻഡ് എൻഗാസ്ഡ് വൺ ഓർ മോർ ഫ്ലൂ. ഒന്നോ ഒന്നിലധികമോ ഫ്ലൂകൾ ചേരുവാണെങ്കിലും അതിനെ വിളിക്കാം എന്ത്? ചിമ്മിനി എന്ന്. പക്ഷെ ഫ്ലൂ എന്നത് ഒറ്റ ടേം ആയിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് എ ഷാഫ്റ്റ് അല്ലെങ്കിൽ കൺഫൈൻഡ് സ്പേസ് അല്ലെങ്കിൽ ഡക്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി ഔട്ട്ഫ്ലോ ഓഫ് സ്മോക്ക് ഓർ വേസ്റ്റ് ഗ്യാസ്. അടുത്തതിലേക്ക് പോകാം. ഫ്രണ്ടേജും ഫ്രണ്ട് യാർഡും തമ്മിൽ തിരിഞ്ഞു പോകാം. ഫ്രണ്ടേജ് സൈഡ് ഓർ എ പാർട്ട് ഓഫ് സൈഡ് ഓഫ് എ പ്ലോട്ട് വിച്ച് അബണ്ട് എ സ്ട്രീറ്റ്. ഫ്രണ്ട് പാർട്ട് ഓഫ് ദി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഫ്രണ്ട് യാർഡും ഫ്രണ്ടേജും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് യാർഡ് സൂചിപ്പിക്കുന്നു ഓപ്പൺ സ്പേസ് എക്സ്റ്റെൻഡഡ് ലാറ്ററലി അലോങ് ദി ഫ്രണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ സൈഡ് ഓഫ് എ ബിൽഡിംഗ് മുതൽ സ്ട്രീറ്റ് വരെയുള്ള ഫ്രണ്ട് പോർഷൻ, ആ ഒരു ഓപ്പൺ സ്പേസിനെ മൊത്തത്തിൽ വിളിക്കുന്നു എന്ത്? ഫ്രണ്ട് യാർഡ് എന്ന്. പക്ഷെ അതൊരു കമ്പോണന്റ് ആയിട്ട് എടുത്താൽ അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ട് ഓഫ് എ പ്രോപ്പർട്ടി ആയിട്ട് എടുത്താൽ അത് ഫ്രണ്ടേജ്. കിട്ടിയോ? കൺഫ്യൂഷൻ ആകരുത്. ഇതും കൊനസ്റ്റ് ആയിട്ട് വരത്തില്ല, തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിച്ചെന്ന് മാത്രം. ഫ്രണ്ടേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈഡ് ഓർ പാർട്ട്, മീനിങ് അതൊരു കമ്പോണന്റ് ആയിട്ട് എടുക്കുന്നു. സൈഡ് ഓർ പാർട്ട് ഓഫ് എ പ്ലോട്ട് വിച്ച് അമെൻഡ്മെന്റ് ടു സ്ട്രീറ്റ്. ഇത്രേ ഉള്ളൂ. ഫ്രണ്ട് പാർട്ട് ഓഫ് ദി പ്രോപ്പർട്ടി. അത് ഓപ്പൺ സ്പേസ് എന്ന് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ അത് ഫ്രണ്ട് യാർഡ് ആവും. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട് യാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് an open space extended laterally along the front side of the building. ഓപ്പൺ സ്പേസിനെ സൂചിപ്പിക്കുന്നു ഫ്രണ്ട് യാർഡ് എന്ന്. പക്ഷെ ഫ്രണ്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങ് പറയുക ഫ്രണ്ടേജ് എന്ന്. ഫ്രണ്ട് പാർട്ട് ഓഫ് ദി പ്രോപ്പർട്ടി. ഫ്രണ്ട് പാർട്ടിനെ വിളിക്കുന്നു എന്ത്? ഫ്രണ്ടേജ് എന്ന്. ഫ്രണ്ട് യാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഓപ്പൺ സ്പേസ് യാർഡ്സ്. ശരി, അടുത്തതിലേക്ക് പോകാം. ഗ്രീൻ ബിൽഡിംഗ്. അത് കുഴപ്പമില്ല. ഗ്രീൻ ബിൽഡിംഗ് പലപ്പോഴും കേട്ടിട്ടുള്ളതാകും. ദി വൺ വിച്ച് യൂസസ് ലെസ് വാട്ടർ, ഒപ്റ്റിമൈസ് എനർജി എഫിഷ്യൻസി, കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്, generate less waste and provide healthier space for occupant as compared to conventional building. വേർഡിംഗ് തന്നെ മനസ്സിലായി കാണും ഗ്രീൻ ബിൽഡിംഗ് എന്താണെന്ന്. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യാൻ കാരണം ഇവിടെയാണ്. ഗ്രീൻ ബിൽഡിംഗ് ഇന്ത്യയിൽ ഒരു കൗൺസിൽ ഉണ്ട്, ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ ഉണ്ട്. ഇന്ത്യയിൽ ഗ്രീൻ ബിൽഡിംഗ്
എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആരാണ്? സ്പെസിഫൈഡ് ബൈ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ. കിട്ടിയോ? ഓക്കെ. പിന്നെ ഇന്റർനാഷണൽ ലെവലിലും കുറെ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഏജൻസീസ് ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഇന്ത്യയിൽ ഒരു ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ ഉണ്ട്, ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ. ബേസ്മെന്റ് ഫ്ലോർ കണ്ടു. അടുത്തത് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ ഇറ്റ്സ് ദി ലോവർ ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ്. ഇറ്റ്സ് ദി ലോവർ ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ഇൻ കേസ് ഓഫ് ബിൽഡിംഗ് without basement floor and the floor above the uppermost basement floor. Basement floor ഉണ്ടെങ്കിൽ ബേസ്മെന്റ് ഫ്ലോറിന്റെ മുകളിൽ കാണപ്പെടുന്ന ഫ്ലോർ. ബേസ്മെന്റ് ഫ്ലോർ ഇല്ല എങ്കിൽ ലോവസ്റ്റ് ഫ്ലോർ. കാര്യം മനസ്സിലായോ? എബവ് ദി ഗ്രൗണ്ട് ലെവൽ ആയിരിക്കോ? ആണ്. എബവ് ദി ഗ്രൗണ്ട് ലെവൽ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിനെ വിളിക്കും, എബവ് ദി ഗ്രൗണ്ട് ലെവൽ കാണുന്ന ഫ്ലോറിനെ വിളിക്കും എന്ത്? ഗ്രൗണ്ട് ഫ്ലോർ. കിട്ടിയോ? ഗ്രൗണ്ട് ഫ്ലോർ എന്നത് ഇറ്റ്സ് ദി ലോവസ്റ്റ് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ഇൻ കേസ് ഓഫ് ബിൽഡിംഗ് വിത്തൗട്ട് ബേസ്മെന്റ്. ബേസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് ഫ്ലോർ. പക്ഷെ ബേസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിലോ അപ്പർ മോസ്റ്റ് ബേസ്മെന്റ് ഫ്ലോറിനെ വിളിക്കുന്നു, ദി ഫ്ലോർ എബവ് ദി അപ്പർ മോസ്റ്റ് ബേസ്മെന്റ് ഫ്ലോറിനെ വിളിക്കുന്നു എന്ത്? ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അടിയിലേക്ക് ബേസ്മെന്റ് ഫ്ലോർ 1, ബേസ്മെന്റ് ഫ്ലോർ 2, ബേസ്മെന്റ് ഫ്ലോർ 3 അങ്ങനെ പോകും. ഗ്രൗണ്ട് ഫ്ലോറിന്റെ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ അങ്ങനെ പോകും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് ഹാബിറ്റബിൾ റൂം. ഹാബിറ്റബിൾ റൂം എ റൂം occupied or designed for occupancy by one or more person for study, prayer, living, sleeping, eating. Kitchen. Kitchen is it's inhabitable room if it is used as dining, and but not included bathroom, water closet compartment, laundry, storage pantry, and space that is not used frequently. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹാബിറ്റബിൾ റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദിനചര്യകളിൽ ചെയ്യുന്ന ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും, സ്റ്റഡി ആയിക്കോട്ടെ, പ്രെയർ ആയിക്കോട്ടെ, ലിവിങ്ങിനായിക്കോട്ടെ, സ്ലീപ്പിങ്ങിനായിക്കോട്ടെ, ഈറ്റിങ്ങിനായിക്കോട്ടെ, കിച്ചൺ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡൈനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഹാബിറ്റബിൾ റൂമാണ്. പക്ഷേ ഹാബിറ്റബിൾ റൂമിൽ ഉൾക്കൊള്ളുന്നില്ല, അതാണ് ഇമ്പോർട്ടന്റ്. ഹാബിറ്റബിൾ റൂമിൽ ഉൾക്കൊള്ളാത്തത് ഏതൊക്കെ? ബട്ട് നോട്ട് ഇൻക്ലൂഡഡ് ബാത്റൂം, വാട്ടർ ക്ലോസറ്റ് കമ്പാർട്ട്മെന്റ്, laundry, storage pantry, and space that not used frequently. Frequent ആയിട്ട് യൂസ് ചെയ്യാത്ത ഏരിയ ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, വാട്ടർ ക്ലോസറ്റ് കമ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ലോണ്ടറി ആയിക്കോട്ടെ, സ്റ്റോറേജ് പാൻട്രി ആയിക്കോട്ടെ, ഇതൊന്നും ഏതിൽ ഉൾക്കൊള്ളത്തില്ല? ഹാബിറ്റബിൾ റൂമിൽ ഉൾക്കൊള്ളത്തില്ല. ഹാബിറ്റബിൾ റൂം എന്ന് പറയും ഏതിനെ മാത്രം? സ്റ്റഡിക്ക് വേണ്ടിയിട്ടോ, പ്രെയറിന് വേണ്ടിയിട്ടോ, ലിവിങ്ങിന് വേണ്ടിയിട്ടോ, സ്ലീപ്പിംഗ്, ഈറ്റിംഗ്, കിച്ചൺ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡൈനിങ്, അങ്ങനെയുള്ള റൂമുകളെ വിളിക്കാം ഹാബിറ്റബിൾ റൂം. അടുത്ത ടേം ഹെഡ് റൂം. ഹെഡ് റൂം ഈസ് ദി ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർഡ് ഫ്രം എവിടെ മുതൽ? ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ, ഇറ്റ്സ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർഡ് ഫ്രം എവിടെ മുതൽ? ഫിനിഷ്ഡ് ഫ്ലോർ സർഫസ്. ഒരു ഫ്ലോറിന്റെ ഫിനിഷ്ഡ് സർഫസ് മുതൽ ഫിനിഷ്ഡ് സീലിംഗ് സർഫസ്, ഒരു സീലിംഗിന്റെ സർഫസ് വരെ. കാര്യം മനസ്സിലായോ? ഒരു ഫ്ലോറിന്റെ ഫിനിഷ്ഡ് സർഫസ് മുതൽ എന്ന് വെച്ചാൽ നമ്മൾ ടൈൽ ഒട്ടിച്ചേക്കുന്ന ഏരിയ എന്ന് കൺസിഡർ ചെയ്തോ, ആ ഏരിയ മുതൽ നേരെ മുകളിൽ കാണപ്പെടുന്ന ഫിനിഷ്ഡ് സീൽഡ് സർഫസ്, സീലിംഗ് സർഫസ് വരെയുള്ള ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്നു എന്ത്? ഹെഡ് റൂം. ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോകാം. ലോഫ്റ്റ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടുള്ള മറ്റൊന്നാണ് ലോഫ്റ്റ്. ലോഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസിഡ്യുവൽ സ്പേസ്. റെസിഡ്യുവൽ സ്പേസ് ഇൻ എ പിച്ച്ഡ് റൂഫ്. പിച്ച്ഡ് റൂഫ് എന്താണ്? സ്ലോപ്പിംഗ് റൂഫിനെ വിളിക്കുന്നു പിച്ച്ഡ് റൂഫ് എന്ന്. എ റെസിഡ്യുവൽ സ്പേസ് ഇൻ എ പിച്ച്ഡ് റൂഫ് ഓർ എനി സിമിലർ റെസിഡ്യുവൽ സ്പേസ് above the normal floor level without any direct stair leading to it. എന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്ഡ് ഉണ്ടല്ലോ, പുറത്ത് കാണുന്ന ഷെയ്ഡ് അല്ല, സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് റൂമിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഷെയ്ഡുകൾ കണ്ടിട്ടുണ്ടോ? ആ റൂമിനുള്ളിൽ കാണപ്പെടുന്ന ഷെയ്ഡുകളെ വിളിക്കാം ഒരു തരത്തിൽ ലോഫ്റ്റ് എന്ന്. ആക്ച്വലി അതാണ് എനി സിമിലർ റെസിഡ്യുവൽ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ ലോഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ റെസിഡ്യുവൽ സ്പേസ് ഇൻ പിച്ച്ഡ് റൂഫ്. പിച്ച്ഡ് റൂഫിൽ കാണപ്പെടുന്ന മച്ച്, അതിനെ വിളിക്കുന്നു എന്ത്? ലോഫ്റ്റ് എന്ന്.
ലോഫ്റ്റിലേക്ക് സ്റ്റെയേഴ്സ് കാണുമോ? ഇല്ല. വിത്തൗട്ട് എനി ഡയറക്ട് സ്റ്റെയർ ലീഡിംഗ് ടു ഇറ്റ്. വിത്തൗട്ട് എനി ഡയറക്ട് സ്റ്റെയർ ലീഡിംഗ് ടു ഇറ്റ്. എന്താണ് അതിന്റെ പർപ്പസ്? കൺസ്ട്രക്റ്റഡ് ഓർ അഡോപ്റ്റഡ് ഫോർ സ്റ്റോറേജ് പർപ്പസ്. സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലോഫ്റ്റ് ഉപയോഗിക്കുന്നത്. ലോഫ്റ്റ് അതൊരു ടേം ആണ്. PSC ചോദിക്കാം, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ചോദിക്കാം, സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതും എന്നാൽ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യാത്തതുമായിട്ടുള്ള റെസിഡ്യൂവൽ സ്പേസിനെ വിളിക്കുന്നു എന്ത്? ലോഫ്റ്റ്. അടുത്തത് മെസനൈൻ ഫ്ലോർ. മെസനൈൻ ഫ്ലോർ ഫിഗറിൽ കാണാം. മെസനൈൻ ഫ്ലോർ an intermediate floor in any floor, any story, overhanging or overlooking a floor beneath. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഫ്ലോർ, ഒരു നില സങ്കല്പിക്കുക. ആ നിലയിൽ ഇടയ്ക്കൊരു ഫ്ലോർ ഇങ്ങനെ ഓവർ ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ ഓവർലുക്കിംഗ് ആയിട്ടോ ഒരു ഫ്ലോർ ബെനീത്ത് ആയിട്ട് കാണുന്നു എന്നിരിക്കട്ടെ. ആ ഫ്ലോറിനെ വിളിക്കുന്നു എന്ത്? മസ്നൈൻ ഫ്ലോർ. അതാണ്ട് ഫിഗറിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ഒരു ഫ്ലോർ. ഈ ഫ്ലോറിന്റെ ഈ എൻഡ് മുതൽ ടോപ്പ് റൂഫ് വരെയുള്ള ഈ പോർഷനെ വിളിക്കുന്നു വൺ ഫ്ലോർ. ഈ ഫ്ലോറിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഫ്ലോർ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലോറിനെ വിളിക്കാം എന്ത്? മസ്നൈൻ ഫ്ലോർ. ഡെഫിനിഷൻസ് എന്ന് KMBR ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ക്ലിയർ ഹെഡ് റൂം ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2.2. ഈ മസ്നൈൻ ഫ്ലോറിന്റെ ക്ലിയർ ഹെഡ് റൂം എന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2.2. മാക്സിമം സ്ലോപ്പ് ഓഫ് മെസനൈൻ ഓർ ഗാലറി. ഗാലറി എന്നതാ സ്റ്റേഡിയം ഗാലറി കാഴ്ചക്കാരെ ഇരുത്താൻ വേണ്ടിയിട്ട് ഗാലറി. ഇപ്പൊ മെസനൈൻ ഫ്ലോറിന്റെ ആയിക്കോട്ടെ ഗാലറിയുടെ ആയിക്കോട്ടെ മാക്സിമം സ്ലോപ്പ് എത്രയാകാൻ പാടുള്ളൂ? 35 ഡിഗ്രി. കിട്ടിയോ? ഓക്കെ ആണോ?